സമകാലികം. അമേരിക്ക ഇറാൻ സംഘർഷം പശ്ചിമേഷ്യയെ ആകെ ഉലച്ചിരിക്കുകയാണ്. പ്രവാസികളെ സംബന്ധിച്ച് വാർത്തയ്ക്കപ്പുറം അതൊരു യാഥാർത്ഥ്യമാണ്. ഈ യുദ്ധത്തിന്റെ അനന്തരഫലങ്ങൾ എന്തെല്ലാമെന്ന് ഉറ്റുനോക്കുകയാണ് ലോകം. ഇന്നത്തെ സമകാലികം ചർച്ച ചെയ്യുന്നു ഇറാൻ അമേരിക്ക യുദ്ധം, ഭാരതത്തിന്റെ ആശങ്കകൾ. നിലവിൽ 12 ദിവസം പിന്നിടുന്ന യുദ്ധം പ്രവാസ ലോകത്തെ മനുഷ്യരുടെ നിലനിൽപ്പിനെ ബാധിച്ചിട്ടുണ്ടോ? മുൻപിൽ തെളിയുന്ന മറ്റു പ്രതിസന്ധികളും പ്രതീക്ഷയും പങ്കുവയ്ക്കുന്നു ഇന്റർനാഷണൽ റിലേഷൻസ് പഠന വിദഗ്ധനും MG സർവകലാശാല ഇന്റർ യൂണിവേഴ്സിറ്റി സെന്റർ ഫോർ സോഷ്യൽ സയൻസ് റിസർച്ച് ഡയറക്ടറുമായ KM സീതി. ഗൾഫിലെ യുദ്ധം യഥാർത്ഥത്തിൽ ഏറ്റവും അധികം ബാധിക്കുന്നത് ഇന്ത്യക്കാരെയാണെന്ന് പറയേണ്ടി വരും. ഈ രാജ്യങ്ങളിൽ ഏതാണ്ട് 90 ലക്ഷം മുതൽ 1 കോടി വരെ ഇന്ത്യക്കാരുണ്ട്. ഇതിൽ പകുതിയിലധികം പേര് UAE-യിലാണ്. 44 ലക്ഷത്തോളം വരും. സൗദിയിൽ 26 ലക്ഷം. ഇതിൽ ഏകദേശം 30 മുതൽ 35 ലക്ഷം വരെ മലയാളികളാണെന്ന് ഈ പ്രതിസന്ധിയുടെ ആഴം കേരളത്തിന് എത്രത്തോളം ആണെന്ന് വ്യക്തമാകുന്നു. യുദ്ധം പ്രവാസികളുടെ ജീവിത രീതിയെ പലതരത്തിൽ ബാധിക്കുന്നുണ്ട്. ഉദാഹരണമായി നിർമ്മാണ പ്രവർത്തനങ്ങൾ, കൺസ്ട്രക്ഷൻ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ, ടൂറിസം മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ, പിന്നെ വിമാനയാത്ര, ഈ മേഖലകളാണ് ആദ്യം ഇതിനെ ബാധിക്കുന്നത്. ഈ അനിശ്ചിതാവസ്ഥ നീണ്ടുപോയാൽ പ്രവാസികളെയും അവരുടെ ജോലിയെയും ശമ്പളത്തെയും ഇത് നേരിട്ട് ബാധിക്കും. വ്യോമപാതകൾ അടയ്ക്കുന്നത് നാട്ടിലേക്ക് വരാനോ തിരികെ പോകാനോ കഴിയാതെ പ്രവാസികളെ വല്ലാണ്ട് ബുദ്ധിമുട്ടിക്കും. ഇപ്പോൾ തന്നെ പൂർണ്ണമായി ഈ രീതിയിലേക്ക് യാത്രാ വിമാനങ്ങളൊന്നും തുടങ്ങിയിട്ടില്ല. സാമ്പത്തിക ഭാരമാണ് ഏറ്റവും പ്രശ്നമായിട്ട് വരുന്നത്. കടം വാങ്ങിയും ലോൺ എടുത്തും ഗൾഫിലെത്തിയ സാധാരണക്കാരായ തൊഴിലാളികൾക്ക് അത് മുടങ്ങിയാൽ വല്ലാത്ത ഒരു സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കും. നമുക്കറിയാം, കേരളത്തിൻ്റെ വരുമാനത്തിൻ്റെ 20 മുതൽ 25% വരെ വരുന്നത് പ്രവാസികൾ അയക്കുന്ന പണത്തിലൂടെയാണ്. യുദ്ധം നീണ്ടുപോയാൽ ഈ പണമൊഴുക്ക് പലതരത്തിലും കേരളത്തെ ബാധിക്കും. റിയൽ എസ്റ്റേറ്റ്, വ്യാപാര മേഖല, ദൈനംദിന ഉപഭോഗം ഇവയെ കാര്യമായി ബാധിക്കും. വാസ്തവത്തിൽ ഇത് 12 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു യുദ്ധമല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവരുടെ നിലപാടുകളിൽ നിന്നും ഇത് നീണ്ടുപോകുന്നതനുസരിച്ച് ഇതിന്റെ ബുദ്ധിമുട്ടുകൾ കൂടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ ഈ യുദ്ധത്തിന്റെ തന്ത്രങ്ങളിലല്ല, അതിനോട് കഴിയുന്ന ദശലക്ഷക്കണക്കിന് വരുന്ന പ്രവാസികളുടെ ആശങ്കയെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. എന്തുകൊണ്ടാണ് യുദ്ധം ഗൾഫിനെ എത്രയധികം ബാധിക്കുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. പല ഗൾഫ് രാജ്യങ്ങളും അമേരിക്കയുടെ സൈനിക താവളങ്ങൾക്ക് ആതിഥ്യം അരുളുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഇറാൻ തിരിച്ചടിച്ചാൽ അത് ദുബായ്, അബുദാബി, ദോഹ തുടങ്ങിയ നഗരങ്ങളുടെ സുരക്ഷയെ നേരിട്ട് ബാധിക്കും. ഈ സുരക്ഷാ ഭീതിയാണ് നിക്ഷേപകരെയും ബിസിനസ്സുകാരെയും പിന്തിരിപ്പിക്കുന്നത്. ഇന്ത്യക്കാരെ സംബന്ധിച്ച ആശങ്കകൾ പലതരത്തിലാണ്. 3 കോടിയോളം വരുന്ന വിദേശ തൊഴിലാളികളിൽ ഏറ്റവും വലിയ വിഭാഗം ഇന്ത്യക്കാരാണ്. ഇതിൽ ബഹുഭൂരിപക്ഷവും കുറഞ്ഞ വേതനത്തിനാണ് ജോലി ചെയ്യുന്നത്. യുദ്ധം കാരണം എണ്ണ കയറ്റുമതി തടസ്സപ്പെട്ടാലോ, കപ്പൽ ചാലുകൾ, ഹോർമൂസിലെ കപ്പൽ ചാലുകൾ അടച്ചാലോ ഗൾഫ് സമ്പദ് വ്യവസ്ഥയുടെ പ്രധാന അടിസ്ഥാനം തന്നെ നിശ്ചലമായി പോകും. ഇത് പ്രവാസികളുടെ വിസ കാലാവധി നീട്ടുന്നതിനെയും പുതിയ തൊഴിലവസരങ്ങളെയും നേരിട്ട് ബാധിക്കും. ഈ പ്രതിസന്ധി പ്രവാസത്തിന്റെ ഘടന തന്നെ മാറ്റിയേക്കാം. വരുന്ന ആളുകളിൽ ഗൾഫ് രാജ്യങ്ങൾ അവരുടെ സുരക്ഷയ്ക്കും സ്വന്തം പൗരന്മാർക്ക് ജോലി നൽകുന്ന കാര്യത്തിന് നമുക്ക് നേരത്തെ ഈ പ്രശ്നത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട്, സ്വദേശിവൽക്കരണം എന്നുള്ളത്. അതിനായിരിക്കും അവർ മുൻഗണന നൽകേണ്ടി വരുന്നത്. വിദേശ തൊഴിലാളികളെ ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ ഈ യുദ്ധം ഒരു കാരണമായേക്കാം. നേരത്തെയും ഇത് സംബന്ധിച്ച് നമ്മുടെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇന്ത്യ ഗവൺമെന്റും നോർക്ക പോലുള്ള ഏജൻസികളും ജാഗ്രത പാലിക്കുന്നുണ്ട്. പ്രവാസികളെ സുരക്ഷിതമായ നാട്ടിലെത്തിക്കാനുള്ള പ്ലാനുകൾ തയ്യാറാക്കുന്നു. ഒപ്പം തന്നെ പ്രവാസ പണം കുറഞ്ഞാലുണ്ടാകാൻ പോകുന്ന സാമ്പത്തിക ആഘാതം നേരിടാൻ കേരളം തയ്യാറെടുക്കേണ്ടതുണ്ട്. ചുരുക്കത്തിൽ ഗൾഫ് മേഖലയിൽ സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളും, യുദ്ധവും സാമ്പത്തിക മാന്ദ്യവും എല്ലാം ഏറ്റവും അധികം ബാധിക്കുന്നത് ഇന്ത്യക്കാരെയും കേരളത്തിലെ ഓരോ വീട്ടിലെയും പ്രതീക്ഷകളാണ്. അതുകൊണ്ട് തന്നെ യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിക്കട്ടെ എന്ന് നമുക്ക് വേണമെങ്കിൽ പ്രാർത്ഥിക്കാം. യുദ്ധം ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ ബാധിച്ചിട്ടുണ്ടോ? മാധ്യമപ്രവർത്തകൻ ബിനോയ് തോമസ് സംസാരിക്കുന്നു. യുദ്ധം ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാളൊക്കെ സൂചിപ്പിച്ചതുപോലെ ഈ ഗൾഫ് മേഖലയിലെ സംഘർഷം നിലനിൽക്കുന്ന ഇന്ത്യയുടെ സാമ്പത്തിക ഭദ്രതയ്ക്ക് വലിയ വെല്ലുവിളിയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത് ഊർജ്ജ പ്രതിസന്ധിയാണ്. അതിനോടനുബന്ധിച്ച് നമ്മൾ നേരിടുന്ന മറ്റൊരു സാഹചര്യം അതിനോടനുബന്ധിച്ച് വരുന്നതാണ് അതിൻ്റെ ഇന്ധനത്തിൻ്റെ വിലക്കയറ്റം. ഈ അന്താരാഷ്ട്ര വിപണിയിലൊക്കെ ക്രൂഡ് ഓയിലിൻ്റെ വില വലിയ രീതിയിൽ കുതിച്ചു വരുന്നത് ഇന്ത്യ നേരിട്ട് ബാധിക്കുന്ന ഒരു വിഷയം തന്നെയാണ്. ഇന്ധനം എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ക്രൂഡ് ഓയിലിനൊപ്പം തന്നെ നമ്മൾ LNG, LPG ഏകദേശം 85% LPG-യും LNG-യുടെ 55% ഹോർമുസ് കടലിടുക്ക് വഴിയൊക്കെയാണ് കടന്നു വരുന്നത്. അപ്പോൾ നിലവിലത്തെ സാഹചര്യത്തിൽ
ഇറാൻ്റെ ത്രെട്ട് അല്ലെങ്കിൽ ഒരു ആക്രമണ ഭീതി ഹോർമുസ് കടലിടുക്കിലുണ്ട്. കപ്പലുകൾ അതുവഴി സഞ്ചരിക്കുന്ന നാമമാത്രമാണ്. 3 കപ്പലുകളൊക്കെയാണ് ഇപ്പോൾ കടന്നു പോകുന്നതെന്നാണ്. അതായത് വളരെ തുച്ഛമായ രീതിയിലുള്ള ഒരു ട്രാൻസ്പോർട്ടേഷനാണ് അവിടെ നടക്കുന്നത്. ഒരു യുദ്ധഭീഷണി നിലനിൽക്കുന്ന ആക്രമണ ഭീതിയുള്ള ഒരു സാഹചര്യത്തിൽ വലിയ രീതിയിലുള്ള ഇൻഷുറൻസ് പ്രീമിയം കമ്പനികൾ ഈ ഷിപ്പിംഗ് കമ്പനികൾക്ക് മേലെ ചുമത്താറുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ അതിൻ്റെ കൂടെ ഭാരം സാധാരണക്കാരനിലേക്കാണ് എത്തുക. ഗൾഫ് രാജ്യങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ഒരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള കയറ്റുമതി പങ്കാളികളാണ്. അവർ വലിയ രീതിയിൽ നമ്മുടെ ഉൽപ്പന്നങ്ങൾ വലിയ രീതിയിൽ കയറ്റുമതി ചെയ്യപ്പെടുന്ന, ഇറക്കുമതി ചെയ്യപ്പെടുന്ന ഒരു സ്ഥലങ്ങൾ കൂടിയാണ് ഈ ഗൾഫ് രാജ്യങ്ങൾ എന്നൊക്കെ പറയുന്നത്. നമ്മുടെ ബസുമതി അരി, പച്ചക്കറികൾ, തുണിത്തരങ്ങൾ, ഇലക്ട്രോണിക്സ് പോലെയുള്ള സാധനങ്ങൾ, ഇതിൻ്റെയൊക്കെ കയറ്റുമതിനെ ഈ യുദ്ധം വലിയൊരു ദോഷകരമായി ബാധിക്കും. ഈ യുദ്ധം കാരണം പലപ്പോഴും ഈ കമ്പനികൾ, ഈ ഷിപ്പിംഗ് കമ്പനികൾ വാർ റിസ്ക് സർചാർജ് എന്ന് പറയുന്ന രീതിയിൽ ഒരു അധിക തുക ഈടാക്കാനുള്ള ഒരു സാഹചര്യമുണ്ട്. അപ്പം ആ സാഹചര്യം നമ്മുടെ കയറ്റുമതി അതിപ്പം നിലവിൽ ഈടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മുടെ കയറ്റുമതിയുടെ ചെലവ് 30 മുതൽ 50% വരെ വർദ്ധിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. അതും ഒരു റിസ്ക് ഫാക്ടറായിട്ട് നമ്മുടെ മുന്നിലുണ്ട്. അതിനൊപ്പം തന്നെ വിതരണ ശൃംഖലയിൽ, സപ്ലൈ ചെയിനിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പല ഗൾഫ് രാജ്യങ്ങളിലും ഈ പറയുന്ന പോലെ ആക്രമണ ഭീതിയുണ്ട്, പല സ്ഥലങ്ങളിലും ആക്രമണം നടക്കുന്നുണ്ട്. അപ്പോൾ അത് സപ്ലൈ ചെയിനെ വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ പലപ്പോഴും പല വിദേശ ഓർഡറുകളും റദ്ദാക്കപ്പെടാനുള്ള സാഹചര്യം നിലനിൽക്കുന്നുമുണ്ട്. ഇന്ത്യയുടെ മുൻകരുതലും നയതന്ത്ര ഇടപെടലും പ്രവാസികളുടെ സുരക്ഷിതത്വവും ഉറപ്പാക്കുന്നതിനായി സർക്കാർ കൈക്കൊള്ളുന്ന നടപടികളെ വിശദമാക്കുന്നു നെതർലാൻഡ്സിന്റെ മുൻ ഇന്ത്യൻ അംബാസിഡർ വേണു രാജാമണി. യുദ്ധം ഇറാനും US-ഉം ഇസ്രായേലും തമ്മിൽ തുടങ്ങിയത് ഇപ്പോ ആ മേഖല ആകെ വ്യാപിച്ചിരിക്കുകയാണ്. ഇസ്രായേലിന്റെ ലെബനനിലെ ആക്രമണങ്ങൾ ഉണ്ടായി. ഇറാൻ പല ഗൾഫ് രാജ്യങ്ങളെ ആക്രമിച്ചു. അതുപോലെ തന്നെ ഇറാനെതിരെ ഇസ്രായേലിന്റെ ആക്രമണങ്ങളും ഉണ്ടായി. ഇറാനിൽ ഏകദേശം 10,000 പേര് മരണമടഞ്ഞു എന്നാണ് വാർത്ത വരുന്നത്. അതുപോലെ തന്നെ മറ്റു രാജ്യങ്ങളിലും ഡയറക്റ്റ് ആയിട്ടും അല്ലെങ്കിൽ കൊളാട്രൽ ഡാമേജ് ആയിട്ടും ഒരുപാട് മരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പാർലമെന്റിൽ ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി ഇന്ത്യയുടെ നയത്തെ വ്യക്തമാക്കുകയുണ്ടായിരുന്നു. അതിൽ 3 പ്രധാന പോയിന്റ്സ് ആണ് അദ്ദേഹം എടുത്തു പറഞ്ഞത്. ഒന്ന്, ഇന്ത്യ ആഗ്രഹിക്കുന്നത് സമാധാനമാണ്. ബന്ധപ്പെട്ട രാജ്യങ്ങൾ ഒരു ഡയലോഗിലേക്കും ഡിപ്ലോമസിയിലേക്കും ചർച്ചകളിലേക്കും നയതന്ത്രത്തിലേക്കും മടങ്ങി വരണം എന്നതാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നത്. ആ മേഖലയിൽ ഒരു ഡി എസ്കലേഷൻ, ഒരു റിസ്ട്രെയിന്റ് രണ്ടും ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ സാധാരണ പൗരന്മാരുടെ, സിവിലിയൻസിന്റെ സുരക്ഷിതം ഉറപ്പുവരുത്തുവാൻ സാധിക്കണം. ആ സിവിലിയൻസിൽ വലിയ തോതിലുള്ള 1 കോടിയോളം വരുന്ന ഇന്ത്യക്കാരും ഉൾപ്പെടുന്നു. രണ്ടാമത്, ഇന്ത്യൻ സമൂഹം ആ മേഖലയിൽ ജീവിക്കുന്ന സമൂഹമാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രയോറിറ്റി ഈ 3 പോയിന്റുകൾക്കുമുള്ളിൽ. അപ്പോൾ അവിടെയുള്ള ഗവൺമെന്റുകളുമായി, പ്രത്യേകിച്ചും ഗൾഫ് ഗവൺമെന്റുകളുമായി ഇന്ത്യ അവരുടെ സുരക്ഷിതം ഉറപ്പുവരുത്തുവാനായി ഒരുമിച്ച് പ്രവർത്തിക്കുന്നു. മൂന്നാമത്, ഇന്ത്യയുടെ രാജ്യ താല്പര്യം എന്ന് പറയുന്നതിൽ എനർജി സെക്യൂരിറ്റിയും ട്രേഡ് ഫ്ലോസും ഉൾപ്പെടുന്നു. നമ്മുടെ 80% എണ്ണ ആ മേഖലയിൽ നിന്നാണ് വരുന്നത്. അതുപോലെ അടുത്ത വാണിജ്യ ബന്ധങ്ങളുള്ള ഒരു മേഖലയാണ് ഇത്. സാധാരണ രീതിയിൽ യാതൊരു തടസ്സവും കൂടാതെ നടക്കണം എന്നതിലാണ് ഇന്ത്യയുടെ താല്പര്യം. അപ്പോൾ അതിന് വേണ്ട നടപടികൾ എല്ലാ രാജ്യങ്ങളും എടുക്കണം എന്ന് ഇന്ത്യ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ നമ്മൾ ഓൾറെഡി രാജ്യത്തിൽ ഉണ്ടാകുന്ന LPG ഷോർട്ടേജ് എല്ലാം കണ്ടു കഴിഞ്ഞിരിക്കുന്നു. ഇന്ത്യയെ ഏതെല്ലാം രീതിയിൽ ഈ ട്രേഡ് ഡിസ്ട്രപ്ഷനോ എനർജി ഡിസ്ട്രപ്ഷനോ ബാധിക്കുന്നുവോ അതിന് വേണ്ട നടപടികൾ ഇന്ത്യൻ ഗവൺമെന്റ് ഇന്ത്യക്കുള്ളിൽ എടുക്കും എന്നുള്ളതാണ്. നമ്മൾ ആഗോളതലത്തിൽ എടുത്തു നോക്കിയാൽ പല സ്റ്റേറ്റ്മെന്റ്സും പുറത്തു വരുന്നുണ്ട്. പ്രധാനമായും അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പെട്ടെന്ന് ഈ യുദ്ധം ഇനി കഴിയും എന്നൊക്കെ ഒരു പ്രഖ്യാപനം നടത്തി. പക്ഷെ അതിന് മറുപടിയായിട്ട് ഇറാനിൽ നിന്നും വന്ന മറുപടി, ഞങ്ങൾ തീരുമാനിക്കും എപ്പോൾ യുദ്ധം അവസാനിപ്പിക്കണം എന്നുള്ളത്. ഞങ്ങൾ ഇപ്പോൾ ചർച്ചകൾക്ക് തയ്യാറല്ല, ഞങ്ങൾ ഉപാധികൾ ഇല്ലാത്ത ചർച്ചകൾക്ക് തയ്യാറല്ല എന്നെല്ലാം ഇറാന്റെ ഭാഗത്തു നിന്നും പ്രഖ്യാപനങ്ങൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അമേരിക്കയിലും അവർ ഒരു വശത്ത് ട്രംപ് ഈ പെട്ടെന്ന് യുദ്ധം അവസാനിക്കും എന്ന് പറയുന്നുണ്ടെങ്കിലും അവരുടെ എൻഡ് ഗോൾ, അവസാനമായിട്ട് അവർ എന്താണ് ആഗ്രഹിക്കുന്നത് എന്നുള്ളത് വ്യക്തമല്ല. ഗൾഫ് രാജ്യങ്ങൾ അവരുടെ ഉച്ചകൂടി മീറ്റിംഗ് നടത്തി അതിലൂടെ അവർ പറഞ്ഞിട്ടുള്ളത് അവർക്ക് ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അവരുടെ എതിരെ ഉണ്ടായിട്ടുള്ള ആക്രമണങ്ങളെ അവര് ശക്തമായി അപലപിച്ചിരുന്നു. എന്നാൽ അവരും ആഗ്രഹിക്കുന്ന സമാധാനമാണ്. ചർച്ചകളിലൂടെ കഴിയുന്നതും പെട്ടെന്ന് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടെത്തണം എന്നതാണ് അവരുടെയും ആഗ്രഹം. അപ്പോൾ ആഗോളതലത്തിൽ ഇന്നും ഒരുപാട് ആശയക്കുഴപ്പങ്ങളും ഒരുപാട് കൺഫ്യൂഷനും നിലനിൽക്കുന്ന ഒരു സമയമാണ്. അമേരിക്കയുടെ എൻഡ് ഗോൾ എന്താണ് എന്ന് മനസ്സിലാകുന്നില്ല. ഇറാന് അമേരിക്കയോടും ഇസ്രായേലിനോടും ലോകത്തോടും തന്നെ എടുക്കാവുന്ന ഏറ്റവും ശക്തമായ ഒരു നടപടിയാണ് സ്ട്രെയ്റ്റ്സ് ഓഫ് ഹോർമൂസ് അടച്ചിടുക എന്നുള്ളത്. ഏറ്റവും അടുത്ത് വന്ന വാർത്തകളിൽ ചിലപ്പോൾ മൈൻ ചെയ്തിട്ടുണ്ട്
ഉണ്ടാകും എന്നുള്ള ഒരു വാർത്തയും വന്നിട്ടുണ്ട്. അതിന് വലിയ പ്രതികാരം ഉണ്ടാവുന്നൊക്കെ പ്രസിഡന്റ് ട്രംപ് അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇറാൻ സ്ട്രെയ്റ്റ്സ് ഓഫ് ഹോർമസ് ഭാഗികമായിട്ടെങ്കിലും അടച്ചു കഴിഞ്ഞിരിക്കുന്നു. സാധാരണഗതിയിലുള്ള കപ്പൽ ഗതാഗതം അതിലൂടെ നടക്കുന്നില്ല. ലോകമെമ്പാടുമുള്ള എണ്ണ വിപണി ഓൾറെഡി ഡിസ്റപ്റ്റഡ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ വാണിജ്യ ബന്ധങ്ങളും ഡിസ്റപ്റ്റ് ആയിരിക്കുകയാണ്. ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഇന്ത്യയും ചൈനയും പോലുള്ള രാജ്യങ്ങളാണ്. ഇറാൻ ഒരു അമേരിക്കൻ ഓയിൽ ടാങ്കറെ കൂടെ ടാർഗറ്റ് ചെയ്യുകയുണ്ടായി. ഇതെല്ലാം കാരണം അമേരിക്ക ചിലപ്പോൾ ഒന്നുകൂടി ഒത്തുതീർപ്പിലേക്ക് വരാൻ അല്ലെങ്കിൽ ഈ യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ട നടപടികൾ എടുത്തേക്കാം. അമേരിക്കൻ വിദഗ്ധന്റെ ഭാഷയിൽ ഓഫ് റാം എന്തെങ്കിലും ഒരു വഴി, ഒരു അൺകൺവെൻഷണൽ ആയിട്ടുള്ള ഒരു വഴി കണ്ടുപിടിച്ച് ഞങ്ങൾ വിജയിച്ചു എന്ന് പ്രഖ്യാപിച്ച് യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഉണ്ടാകാമെന്നൊക്കെ ആൾക്കാര് നിരീക്ഷകരെ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷെ അത് എപ്പോൾ വരും, എന്ത് രീതിയിലായിരിക്കും എന്നുള്ളത് അറിയില്ല. അതുപോലെ തന്നെ ഇറാൻ ഏതെല്ലാം രീതിയിൽ തിരിച്ച് അടിക്കും, ഈ യുദ്ധം തുടരും എന്നതും വ്യക്തമല്ല. ഇസ്രായേൽ എത്രത്തോളം അമേരിക്ക ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകും. ഇസ്രായേൽ ഇതുവരെ ചെയ്തിട്ടുള്ള ടാർഗറ്റഡ് അസാസിനേഷൻ വീണ്ടും തുടരുമോ, അത് എവിടെയെല്ലാം ചെയ്യും? ഇപ്പോൾ ലെബനനിൽ പോലും ഇസ്രായേൽ ടാർഗറ്റഡ് അസാസിനേഷൻസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇറാന്റെ വലിയൊരു പങ്ക് ആൾക്കാരെ വധിച്ച ശേഷം, ഖമേനി ഉൾപ്പെടെ. അപ്പോൾ ഒരുപാട് അൺസർട്ടനിറ്റീസ് നിറഞ്ഞ ഒരു കാലാവസ്ഥയാണ് ഇന്നും പശ്ചിമേഷ്യയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇന്ത്യയുടെ താല്പര്യം എന്ന് പറയുന്നത് കഴിയുന്ന വേഗത്തിൽ ഈ യുദ്ധം അവസാനിക്കണം. നമ്മുടെ എനർജി ഫ്ലോസ്, ട്രേഡ് ഫ്ലോസ് വീണ്ടും നോർമൽ ലെവലിലേക്ക് പുനരാരംഭിക്കുവാൻ സാധിക്കണം. അതുപോലെ തന്നെ അവിടെ ജീവിക്കുന്ന ഇറാനിലും ഗൾഫിലും ജീവിക്കുന്ന ഇന്ത്യക്കാർ സുരക്ഷിതമായിരിക്കണം. അവർക്ക് ഇന്ത്യയിലേക്ക് വരാനും പോകാനുമുള്ള വ്യോമ ഗതാഗത പാതകളെല്ലാം തുറന്നിരിക്കണം. അവർക്ക് അവിടെ തൊഴിൽ ചെയ്യുവാനുള്ള അവസരം ഉണ്ടാവണം. അവിടെ ഒരു ഇൻസെക്യൂരിറ്റി ഉണ്ടായാൽ അത് നമ്മുടെ ജനങ്ങളെയും അവരുടെ തൊഴിൽ സാധ്യതകളെയും എല്ലാം ബാധിക്കും. അവരുടെ കുടുംബങ്ങൾ, അവിടെ ജീവിക്കുന്ന അവരുടെ കുടുംബങ്ങളെ ബാധിക്കും. അപ്പോൾ ഇതെല്ലാം കഴിയുന്നതും പെട്ടെന്നൊരു സൊല്യൂഷനിലേക്ക് നീങ്ങണം എന്നതാണ് ഇന്ത്യയുടെ ആഗ്രഹം. ഇന്ത്യക്ക് എന്തെങ്കിലും ചെയ്യുവാൻ സാധിക്കുകയല്ല. ഇപ്പോൾ ഒരു അന്താരാഷ്ട്ര ലെവലിൽ വലിയൊരു റോള് കാണുന്നില്ല. എന്നാൽ ഗൾഫ് രാജ്യങ്ങളും ഇറാനുമായിട്ടുള്ള ഡയറക്ട് കോൺടാക്ട്സിലൂടെ നമ്മുടെ ജനങ്ങളുടെ സുരക്ഷിതത്വമെങ്കിലും ഉറപ്പുവരുത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ ഇന്ത്യൻ ഗവൺമെന്റ് ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകിയിട്ടുള്ളത്. യുദ്ധമുന്നറിയിപ്പിനെ തുടർന്ന് ഇന്ത്യയിൽ മടങ്ങിയെത്തിയ കെർമാൻ യൂണിവേഴ്സിറ്റി ഓഫ് മെഡിക്കൽ സയൻസസ് വിദ്യാർത്ഥി എറണാകുളം സ്വദേശി മുഹമ്മദ് ഷഹബാസ് അവിടുത്തെ അനുഭവം പങ്കുവയ്ക്കുന്നു. ഞാൻ നാട്ടിലേക്ക് ജനുവരി ലാസ്റ്റ് ആയപ്പോ ഞങ്ങളുടെ സെമസ്റ്റർ ക്ലാസ് കഴിഞ്ഞായിരുന്നു. എക്സാം ആയ ടൈമിലാണ് വാറിന്റെ ക്രൈറ്റിസം വന്നത്. അപ്പൊ ഞങ്ങളുടെ അടുത്ത് യൂണിവേഴ്സിറ്റിന്ന് ഇൻസ്ട്രക്ഷൻ ആണ്, ഇവിടെ നിൽക്കണവർക്ക് നിൽക്കാം, അല്ലെങ്കിൽ നാട്ടിൽ പോകേണ്ടവർക്ക് പോവാം, എന്തായാലും 2 months എക്സാം പോസ്റ്റ്പോണ്ടഡ് ആണെന്ന് പറഞ്ഞു. അങ്ങനെ പോന്നതാ. ഫസ്റ്റ് ടൈം വന്നപ്പോ വാറ് സ്ട്രോങ് ആയ ടൈമിൽ ഞങ്ങള് ഫുള്ള് എല്ലാം ടേക്ക് കെയർ ചെയ്ത ഇന്ത്യൻ എംബസിയാ. ഞങ്ങളുടെ ട്രാവൽ, ഞങ്ങളുടെ ക്യാപിറ്റൽ സ്റ്റേറ്റിൽ നിന്ന് വേറൊരു സ്റ്റേറ്റിലേക്ക് വിട്ട് അവിടുത്തെ സ്റ്റേ, പിന്നെ ഫ്ലൈറ്റ് ടിക്കറ്റ്, ഞാൻ ഇവിടെ കൊച്ചിയിലെത്തിയത് ഫുള്ള് ഇന്ത്യൻ എംബസിയുടെ അണ്ടറല്ല. ഫുള്ള് ചെലവ് ഇന്ത്യൻ എംബസിയുടെ വരുന്നത്. ലാസ്റ്റ് ടൈമില് അവിടെ മണിയുടെ ഡോളറിന് ഇൻഫ്ലമേഷൻ സംഭവിച്ചതുകൊണ്ട് സാധനങ്ങളൊക്കെ വില കൂടിയായിരുന്നു. ഇന്ത്യൻ സ്റ്റുഡൻസിന് അത് ബാധിക്കില്ല, കാരണം INR എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് ഇറാനിയൻ റിയാൽ കിട്ടും. പക്ഷെ അവിടുത്തെ ലോക്കൽ ആൾക്കാർക്ക് അത് പണിയായിരിക്കും. നല്ല രീതിയിൽ പൈസ കൂടിയായിരുന്നു. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ ചെന്ന സമയത്ത് ലോങ് റൈസ് ഉണ്ടല്ലോ, ബസ്മതി റൈസ്, അതൊക്കെ 500 രൂപക്ക് 10 കിലോ ഇട്ടായിരുന്നു. പിന്നെ അത് 1500 ഒക്കെ ആയി 10 കിലോന്. എഗ്ഗിനൊക്കെ ഞാൻ ചെയ്ത 3 രൂപ ഉള്ളത് 15 രൂപ അങ്ങനെയൊക്കെ ആയി. ഇപ്പൊ യുദ്ധത്തിന്റെ ഒരു ഇത് വരുമ്പോഴാണ് അവര് ഇന്റർനെറ്റ് ഷട്ട് ഡൗൺ ചെയ്യുള്ളൂ. തുടങ്ങുമ്പോൾ ഞാൻ വീട്ടിലേക്ക് പറഞ്ഞിരുന്നു ഇങ്ങനെ ചിലപ്പോ നെറ്റ് കട്ടാവും. പിന്നെ ഒരാഴ്ചക്കുള്ളിൽ തന്നെ വന്ന് ഒന്നൊരാഴ്ചക്കുള്ളിൽ തന്നെ നെറ്റ്വർക്ക് പിന്നെയും വന്നു. ആ ടൈം പിന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് ഞാൻ പോന്നു. ഞങ്ങളുടെ പ്രൊവിൻസ് 1000 കിലോമീറ്റർ ഇപ്പുറമുള്ള, അവിടെ മേജറായിട്ട് ഒന്നുമില്ല ഞാൻ നിൽക്കുന്ന സ്ഥലത്ത്. ഇപ്പൊ അവിടെ എല്ലാം ഓക്കെയാണ്. എന്നെ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് കോണ്ടാക്ട് ഉണ്ട്. ഇന്റേൺഷിപ്പ് ചെയ്യണവരൊക്കെ ഉണ്ട് അവിടെ. ഞങ്ങളുടെ സെമസ്റ്ററിന് സീനിയർ ആയിട്ടുള്ള ഒരു സൂപ്പർ സീനിയേഴ്സിനൊക്കെ അവിടെ ഹോസ്പിറ്റലിൽ ഇതുള്ളവരുണ്ട്. അവിടെ കുറെ പേരുണ്ട്. ഇപ്പോഴും ക്ലാസ്സും കാര്യങ്ങളും ഉണ്ടാവില്ല, പക്ഷെ വേറെ കുഴപ്പമൊന്നുമില്ലെന്ന് ഞാൻ കേട്ടത്. യുദ്ധം കെടുതികൾ മാത്രമേ സമ്മാനിക്കൂ. മാനവരാശിയുടെ നിലനിൽപ്പിനേക്കാൾ വലുതല്ല പരസ്പര വൈര്യത്താൽ സ്ഥാപിതമാകുന്ന താൽപര്യങ്ങളെന്ന് ലോകരാഷ്ട്രങ്ങൾ മറക്കാതിരിക്കട്ടെ. സംഘർഷം 11 ദിനം പിന്നിടുമ്പോൾ സമാധാനത്തിലേക്കുള്ള വഴികൾ കൂടി വേഗത്തിൽ തുറക്കപ്പെടട്ടെ. നിർവഹണം റിയാസ് കളപ്പുരയിൽ. സഹകരണം ഹസീന. സമകാലികം.